എൻ്റെ പേര് ദിഖിൽ റാഷിദ്, പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്നത്. അത് സ്വത്തുമായി ബന്ധപ്പെട്ടൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. അതായത് അമുസ്ലിമായിട്ടുള്ള മാതാപിതാക്കൾ വിൽപത്രം എഴുതി വെക്കുകയോ വെക്കാതെ മരണപ്പെട്ടോ കഴിഞ്ഞാൽ ആ സ്വത്ത് നമുക്ക് ഹറാമാണോ ഹലാലാണോ? അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ആ സ്വത്ത് മക്കൾക്ക് വരാനുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ സ്വത്ത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള. മാതാപിതാക്കൾ അപ്പൊ നമുക്ക് എഴുതി വെക്കുകയോ വെക്കാതെയോ അവർ മരണപ്പെടുകയാണ്, അവർക്കൊരു മോനേ ഉള്ളൂ എന്ന് കൂട്ടുക, അല്ലെങ്കിൽ 2 മക്കൾ. അപ്പോൾ 2 മക്കളുണ്ടെങ്കിലും 3 മക്കളുണ്ടെങ്കിലും ആ 3 മക്കൾക്കും അവകാശപ്പെട്ടതാണ് അവരുടെ സ്വത്ത് ഇന്ത്യൻ നിയമം അനുസരിച്ച്. അപ്പൊ ആ സ്വത്ത് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ അതോടൊപ്പം തന്നെ അവർ ഇപ്പൊ ജീവിക്കുന്ന കാലത്ത് തന്നെ ഇപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്നാൽ 25,000 പിടിച്ചോ അല്ലെങ്കിൽ 5,000 പിടിച്ചോ എന്തെങ്കിലും ആവശ്യങ്ങൾ തന്നു, അതും വാങ്ങാൻ പറ്റുമോ എന്നല്ല. അങ്ങനെ അതായിട്ടുള്ള ചോദ്യത്തിൽ ഏതായാലും ചെറിയൊരു അവ്യക്തത ഉണ്ട്. ഞാൻ പറയാം, നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയമായി വരികയാണ്. നന്ദി പറയേണ്ട അത് ക്ഷമയിൽ വിളിക്കും. പിന്നെ നമുക്ക് അടുത്ത സെഷൻ വൈകാതെ ആരംഭിക്കണം, അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഏതായാലും ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തന്നെയും നമ്മുടെ ഇവിടെ സത്യത്തിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്ന കുറേ ഘട്ടങ്ങളുണ്ട്. അതൊന്ന് വിവാഹ നിയമങ്ങളിലാണ്, 2 അനന്തരാവകാശ നിയമങ്ങളിലാണ്. അപ്പൊ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം നമ്മുടെ രാഷ്ട്രം അംഗീകരിച്ചാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് അമുസ്ലിമായ പിതാവിന്റെ അനന്തരാവകാശം ഇല്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിന് മാതാപിതാക്കൾ അമുസ്ലിം ആണെങ്കിൽ അയാൾക്ക് ആ കാരണം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എന്തായി മാറി? മാതാപിതാക്കളുടെ സ്വത്തിന്റെ അവകാശം ഇല്ലാതായി. അപ്പൊ നമ്മുടെ ഇസ്ലാമിന്റെ ഈ നിയമം അനന്തരാവകാശത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സർക്കാർ കൂടി അംഗീകരിച്ചതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനില്ല. അത് സർക്കാരിന്റെ നിലപാടനുസരിച്ച് ആ സ്വത്ത് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അവിടേക്ക് പോകും. ആരും അവകാശികളില്ലെങ്കിൽ അത് സർക്കാരിലേക്ക് പോകും എന്നുള്ളത് മാത്രമാണ്. പിന്നെ മാനുഷികമായ പരിഗണനകൾ വെച്ചിട്ട് തീരെ സ്വത്തില്ല എന്നൊക്കെ പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ സർക്കാർ എന്ത് ചെയ്യും? ഒരു വിഹിതം അയാൾക്ക് കൊടുക്കും. അതല്ലാതെ ഒരു കാരണവശാലും ഒരു മുസ്ലിമായ മകൻ അമുസ്ലിമായ പിതാവിന്റെ സ്വത്ത് കാക്ഷിക്കേണ്ടതില്ല. ഒരു മുസ്ലിമായ പിതാവിന്റെ സ്വത്ത് ഒരു മകൻ അമുസ്ലിം ആവുന്നതോടുകൂടി അവന് കിട്ടൂല. ഇന്ത്യ രാജ്യത്തെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യില്ല? ഒരു മുസ്ലിമിന്റെ മകൻ ഞാൻ ഇന്നു മുതൽ മുസ്ലിം അല്ല, എനിക്ക് ഇസ്ലാമില്ല എന്നവൻ പ്രഖ്യാപിക്കുക വേറൊരു മതത്തിൽ ചേർന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ചെയ്താൽ അതോടുകൂടി ഈ വാപ്പ മരിച്ചാൽ അങ്ങനെ ഒരു മകൻ ഇല്ല. മകനും പിതാവും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയാണ് 2 മതമായി വരുമ്പോൾ. ഇസ്ലാമിക നിയമം അനുസരിച്ച് അങ്ങനെയാണ്. അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ ആ നിയമം പരിഗണിക്കാൻ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ എന്തുണ്ട്? പേഴ്സണൽ ലോ ബോർഡ് അനുസരിച്ച് നമുക്ക് വകുപ്പുണ്ട്. അത്രേ ആ വിഷയത്തിലുള്ളൂ. അവിടെ ചെറിയൊരു ആശയക്കുഴപ്പം. അത് അനന്തരാവകാശ ഹദിയായിട്ട് ബന്ധപ്പെട്ടാണ്. സമ്മാനം തരുന്നവർ അമുസ്ലിം ആയാലാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഗിഫ്റ്റ്. അപ്പോൾ അപ്പയാവട്ടെ ആരാവട്ടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം, വിരോധം.